സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ആഘോഷമായിരുന്നു. സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ എമ്പുരാൻ എന്ന് പറഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും എമ്പുരാൻ്റെ സിനിമ ടാക്കീസിന് മുമ്പിൽ പോയി ഫോട്ടോ എടുത്ത് ലാലേട്ടൻ്റെ സിനിമ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടതിന് ശേഷം സിനിമ കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായും അവർ പ്രതീക്ഷിച്ചത് ഈ ഗോമൂത്രത്തിൽ ചാലിച്ച നല്ല ചാണകമാണ് അവർ കിട്ടുക എന്ന പ്രതീക്ഷ. നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ നല്ല ബീഫ് ഫ്രൈയാണ് വന്നത്. ആ അവസ്ഥയിലാണ് സംഖ്യയുടെ അവസ്ഥ. ആ രൂപത്തിലാണ് അവർ ആ രൂപത്തിൽ നാണം കെട്ടിയിരിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന ഈ രാജ്യത്തിനകത്ത് ഇത്തരം ഒരു സിനിമ എടുക്കാൻ കാണിച്ച ചങ്കൂറ്റം അത് ചെറുതായ ചങ്കൂറ്റമല്ലല്ലോ. യഥാർത്ഥത്തിൽ ഗുജറാത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ ശക്തി വളർത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഹിംസാത്മക രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയത്തിലേക്ക് എത്തിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നല്ലോ ഗുജറാത്ത് വംശഹത്യ. ആ വംശഹത്യയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ഈ നാടിൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. സംഘപരിവാർ പ്രൊഫൈലുകളും സംഘപരിവാരും BJPയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കെട്ടുകഥകൾ, ആ കെട്ടുകഥകളൊക്കെ തന്നെ ഇന്ന് പുതിയ സമൂഹത്തിന് മുമ്പിലും പുതിയ തലമുറയുടെ മുമ്പിലുണ്ട്. അത് കെട്ടുകഥകളാണെന്നും അത് യാഥാർത്ഥ്യമല്ല എന്നും കാണിക്കുന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശങ്ങൾ വരുമ്പോൾ ആളുകളുടെ മുമ്പിൽ അതൊരു ചർച്ചയാക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ രൂപത്തിൽ വേദനിക്കും, അവർക്ക് പ്രയാസപ്പെടുത്തും, അവർക്ക് അത്തരത്തിൽ അവർക്ക് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലവും അത്തരം നിലപാടെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി അല്ലെങ്കിൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഫാസിസത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നവരെ സംഘപരിവാർ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ എത്രയോ ആളുകളെ അതിൻ്റെ പല പേരിലും സംഘപരിവാർ RSS അല്ലെങ്കിൽ പോലും ബജറംഗ് ദളെന്നും വിശ്വ ഹിന്ദു പരിഷത്തെന്നും അതോടൊപ്പം തന്നെ ഹർണി സേനയെന്നും ഗോരക്ഷാ സേനയെന്നും അങ്ങനെ പല സംഘടനകൾ ഇവരുടെ കൂടെയുണ്ട്. അവരൊക്കെ വകവരുത്തിയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാലത്ത് ഇത്തരത്തിൽ ഗുജറാത്ത് പോലെ നടന്ന ആ സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു സിനിമ പ്രത്യേകിച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മോഹൻലാലിനെതിരായി വലിയ ക്യാമ്പയിൻ നടക്കുന്നു, അതോടെ പൃഥ്വിരാജിനെതിരായി ക്യാമ്പയിൻ നടക്കുന്നു, വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പോൾ ഇവർ പ്രതീക്ഷിച്ച് ഇവർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സംഘപരിവാറിന് അനുകൂലമായി എന്തെങ്കിലും എഴുതി അവരൊക്കെ മഹാന്മാരെന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള അവരെ തുറന്നു കാണിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യത അവരുടെ ഹിംസാത്മകമായിട്ടുള്ള നിലപാടുകളെ തുറന്നു കാണിച്ചാൽ അവരൊക്കെ തന്നെ മറ്റ് സുഡാപ്പികളെന്നും അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്ന ഒരു പ്രൊപ്പഗൻഡ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ അവർക്ക് വല്ലാതെ രൂപത്തിൽ അത് നോവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേദനിച്ചിട്ടുണ്ട്.